ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് മൊത്തവും 0.05 ആണ് ലാബ് ബൗണ്ട് ജനറേറ്ററിന്റെ ആർമേച്ചർ റെസിസ്റ്റൻസ്. 6 പോൾ 0.05 ആണ്. അപ്പൊ 6 പോൾ ആവുമ്പോഴത്തേക്ക് 6 ഗുണം 0.05. അപ്പൊ 6 പാരലൽ പാത്ത് ആയതുകൊണ്ട് 6 ഗുണം 0.0. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് 0.3 ആണ്. ഈ 6 പോളിന് 6 പാരലൽ പാത്തിന് ഇപ്പൊ എന്തായി? 3ന്റെ 2 പാരലൽ പാത്തായി. 3 വെച്ചായി. കാരണം 6 ഇപ്പൊ 2 പാരലൽ പാത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ 0.9 ആണ് ടോട്ടൽ. അതായത് ഒന്നാ 0.9 മറ്റേനാ 0.9. അതിന്റെ എഫക്റ്റീവ് എന്തായിരിക്കും? ഈ പറയണത് 0.45 ആണ്. അത് ഓർത്തിരിക്കും. അതായത് മുമ്പേ 6 പോൾ 6 പാരലൽ പാത്ത് ആകുമ്പോൾ 0.3 ആണ് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പിന്നെ ഇൻറ്റു 3 ആകുമ്പോൾ കാരണം വെച്ചാൽ 3 വെച്ച് 3 കൂടെ ഗുണിക്കണം. കാരണം 6 പോളാണ്. അപ്പൊ ഇവിടെ 2 പോൾ ഇവിടെ 6 പാരലൽ പാത്താണ്, 2 പാരലൽ പാത്താണ്. അപ്പൊ 6നെ 2 ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 3 ചെയ്യുന്ന കണക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഗുണം 0.3 ആകുമ്പോൾ 0.9 കിട്ടും. ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത് എന്താണ്? 2 പാരലൽ പാത്തായിട്ടാണ്. അതാണ് കേസ്. അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം ലാബ് ബൗണ്ടിനകത്ത് ഓരോ പാരലൽ പാത്തിലെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 × 0.05 അതായത് 0.3 ഓം ആണ്. അതിനെ വേവ് ബൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 പാത്ത് വരും അല്ലേ? 2 പാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 0.3 0.3യുടെ 3 വെച്ച്, അതായത് 0.3 × 3 0.9. അതായത് ഓരോ പാരലൽ പാത്തും 0.9 ഓം ആവും. ആ 0.9 ഓമിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും ആർമേച്ചർ റെസിസ്റ്റൻസിന് വേവ് ഉണ്ട്. അതായത് 0.9 / 2. 2 പാരലൽ പാത്ത് ആകുമ്പോൾ 0.9/2 ആണ്. ഓക്കെ, അടുത്തത് ടോർക്ക് കണ്ടതാണ് ക്വസ്റ്റ്യൻ ആണ്. 30ാമത് 30A then armature of a 4-pole shunt motor has a lap winding ആണ്. 60 സ്ലോട്ട്സ് ഉണ്ട്. ഓരോ സ്ലോട്ടിലും 20 കണ്ടക്ടർ ഉണ്ട്. യൂസ്ഫുൾ ഫ്ലക്സ് പെർ പോൾ 23 മില്ലി വെബർ ആണ്. ആർമേച്ചർ ടോർക്ക് ഡെവലപ്പ് എന്ത് ചെയ്യും? ആർമേച്ചർ കണ്ടിച്ച് 50 ആംപിയർ ആകുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ ഇത്? അപ്പൊ ഇത് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് EB × IA ആണ്. EB എന്ന് വെച്ചാൽ 5 P/60A ആണ് ഇൻറ്റു IA ആണ്. ടോർക്ക് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഈ പറയണത് EB IA പവർ ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. പവർ ഡിവൈഡ് P/ω ആണ്. അതായത് ഞാൻ എഴുതാം, ഞാൻ കളയാണ്. സോറി, ഓക്കെ. ഓക്കെ, അതായത് പവർ എന്ന് പറയുന്നത് EB × IA ആണ്. EB എന്ന് പറയുന്നത് 5PNZ/60A × IA ആണ്. ടോർക്ക് എന്ന് പറയുന്നത് P/ω ആണ്. അപ്പൊ ആദ്യമേ പവർ കണ്ടെത്തുക. പവർ ബൈ ω. ω എന്ന് വെച്ചാൽ എന്തായിരിക്കും? ω എന്ന് പറയുന്നത് 2πN/60 ആണ്. അപ്പൊ ആക്ച്വലി ഈ P/ω ചെയ്യുമ്പോഴത്തേക്ക് ഈ 60 വെട്ടിപ്പോവും. ഇത് ലാപ്പാണോ വേവ് ആണോ? ഉത്തരം ലാപ്പ് അല്ലേ? അപ്പൊ A = P ആണ്. A = P ആകുമ്പോൾ ഇതും വെട്ടിപ്പോവും, 60 വെട്ടിപ്പോവും. ബാക്കി നമുക്ക് 1/2π എന്നും വെട്ടിപ്പോവും. അപ്പൊ ബാക്കി നമുക്ക് 1/2π ടോർക്കിന്റെ ഇക്വേഷൻ വരുമ്പോൾ 1/2π 5Z P/A IA എന്ന് കിട്ടും. 1/2π × 5Z P/A വേണ്ട ഇൻറ്റു IA. ഈ P/A വെട്ടിപ്പോവും. കാരണം എന്താ? A = P ആണ് അല്ലേ? A = P ആയതുകൊണ്ട് അതും വെട്ടിപ്പോവും. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, 1/2π × 5 എത്ര? 23 × 10⁻³ × Z. നമ്പർ ഓഫ് കണ്ടക്ടർ എത്ര? 20 കണ്ടക്ടർ 60 സ്ലോട്ട്സ്. അപ്പൊ 20 × 60 ആണ്. ടോട്ടൽ കണ്ടക്ടർ എന്ന് വെച്ചാൽ 20 സ്ലോട്ട് ആണ്, 60 കണ്ടക്ടർ. അപ്പൊ 20 × 60 അതായത് 1200 ഇൻറ്റു IA. IA എത്ര? ആർമേച്ചർ കണ്ടുണ്ടോ? ആർമേച്ചർ കണ്ട് 50. ഇത് സോൾവ് ചെയ്ത ഉത്തരം കിട്ടും. സിമ്പിൾ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം 218 കിട്ടും. ഓക്കെ.
ഇനിയുണ്ടോ? അടുത്ത് നോക്കാം. അടുത്തത് മിനിറ്റ്. അടുത്തത് നോക്ക്. A DC motor runs at 1725 RPM at full load and 1775 RPM at no load. The speed regulation. ഇത് ഞാൻ ചെയ്യുന്നില്ല കാരണം ഫുൾ ലോഡ് മൈനസ് നോ ലോഡ്, നോ ലോഡും ഫുൾ ലോഡും വ്യത്യാസം, ഡിവൈഡ് ബൈ ഫുൾ ലോഡ്. ഇതാണ് ഉത്തരം. അത് വലിയ കാര്യമൊന്നുമില്ല. ആൻസർ അതിന്റെ 2 വരും, അതായത് 2.9. ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഫുൾ ലോഡ് മൈനസ് നോ ലോഡ് ഡിവൈഡ്, നോ ലോഡ് മൈനസ് ഫുൾ ലോഡ്, നോ ലോഡ് അതായത് n നോ ലോഡ്, NNL മൈനസ് n ഫുൾ ലോഡ് ഡിവൈഡ് ബൈ n ഫുൾ ലോഡ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. അത് വലിയ കാര്യമൊന്നുമല്ല, സംഭവം സിമ്പിൾ ആണ്. n നോ ലോഡ് മൈനസ് n ഫുൾ ലോഡ് ഡിവൈഡ് ബൈ n ഫുൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. A 4-pole 500 volt shunt motor has 720 wave current conductors on its armature. The full load armature current is 60 ampere. Flux per pole എന്നുണ്ട്, armature resistance എന്നുണ്ട്, and the contact drop per brush. ഒരു ബ്രഷിലെ കോണ്ടാക്ട് ഡ്രോപ്പ് 1 വോൾട്ട് ആണ്. അങ്ങനെ ഫുൾ ലോഡ് സ്പീഡ് ഓഫ് ദി മോട്ടർ, ഫുൾ ലോഡ് സ്പീഡ് ഓഫ് ദി മോട്ടർ കണ്ടെത്താൻ പറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? EB കണ്ടെത്താം. EB എന്ന് പറയുന്നത് മോട്ടറാണ്. EB എന്ന് പറയുന്നത് കണ്ടെത്തണം. അപ്പൊ EB കണ്ടെത്തുന്നത് എങ്ങനെയാണ്? V മൈനസ് IARA അല്ലേ? V മൈനസ് IARA എന്ന ഇക്വേഷൻ ഉണ്ട്. V മൈനസ് IARA, V മൈനസ് IARA. പിന്നെ കൂടാതെ ഇവിടെ ബ്രഷ് ഡ്രോപ്പ് ഉണ്ട് അല്ലേ? ബ്രഷ് ഡ്രോപ്പ് ഇത് വെച്ചിട്ട് കണ്ടെത്തുക. അതായത് V എന്ന് പറയുന്നത് 500 മൈനസ് IA എന്ന് പറയുന്നത് 60 ഇൻറ്റു RA എന്ന് പറയുന്നത് 0.2 മൈനസ് ബ്രഷ് ഡ്രോപ്പ്, ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ് പെർ ബ്രഷാ. ഒരു ബ്രഷിന്റെ ആണ് -1. 2 ബ്രഷ് ഉണ്ടായതുകൊണ്ട് 2 -2. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് EB കിട്ടും ഇല്ലേ? EB 2 ബ്രഷ് ഉണ്ടായതുകൊണ്ട് 2 വോൾട്ട് ഡ്രോപ്പ്. അപ്പൊ EB എന്ന് വെച്ചാൽ 486 വോൾട്ടോളം കിട്ടും. 486 വോൾട്ട് കിട്ടും. ഇനി EB ഈക്വൽ ടു മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, നമുക്ക് സ്പീഡ് കണ്ടെത്തണ്ടേ? ഫുൾ ലോഡ് സ്പീഡ് 5PN/60A. അപ്പൊ ഇതൊരു വേവ് കണ്ടാണ് A ഈക്വൽ 2 ആണ്. അപ്പൊ EB എന്നിട്ടുണ്ട് 486 ഇസ് ഈക്വൽ ടു 5 എന്നിട്ടുണ്ട് 0.03 ഇൻറ്റു P ഉണ്ട്. P എത്ര? 4 ഇൻറ്റു N അറിഞ്ഞുകൂടാ, കണ്ടെത്തണം. ഇസ് അറിയാം. ഇസ് എത്ര നമ്പർ കണ്ടെത്തത്? 720 അല്ലേ? 720 ഡിവൈഡ് ബൈ 60A. ഇത് വേവ് ആണോ ലാപ്പാണോ? ഇത് ക്വസ്റ്റ്യനകത്ത് വേവ് കണ്ടിട്ട്. അപ്പൊ A ഈക്വൽ ടു 2 ആണ് അല്ലേ? അത് N മാത്രമേ നമുക്ക് കണ്ടെത്താനുള്ളൂ. N സോൾവ് ചെയ്യുക. N സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ 675 RPM ഉണ്ട്. 675 RPM A. അടുത്ത മൂന്നാമത് നോക്കുക. ഷണ്ട് മോട്ടർ 500 RPM 200 വോൾട്ട് സർക്യൂട്ട്, armature resistance 0.5, armature current taken 30 ampere in addition to the field current. അപ്പം current taken is 30 ampere in addition to field current കൂടാതെ 30 ampere എടുക്കുന്നു. What resistance must be placed in series with the armature circuit to reduce the speed to 3 ആണ്? 300 RPM ആക്കണം. എത്ര? 500 ന്ന് 300 RPM ആക്കണം. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം റെസിസ്റ്റൻസ് സീരീസിൽ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ കറണ്ട് ഇൻ ആർമേച്ചർ റിമെയിൻസ് സെയിം. കറണ്ട് ആർമേച്ചറിലെ കറണ്ട് സെയിം ആണ്. നല്ല ചോദ്യമാണ്. അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഓർക്കുക. N2/N1 ഈക്വൽ ടു EB2 ഈ ഒരു ഇക്വേഷൻ, അതായത് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആ റേഷ്യോയുടെ ഇക്വേഷൻ ആണ്. N2/N1 is equal to EB2/EB1 into 5/1/2. ഈ 5/1/2 എല്ലാം കാണാൻ എന്താ? N2 എന്ന് പറയുന്നത് ഇൻവേഴ്സൽ പക്ഷെ 1/2 ആണല്ലേ? അപ്പൊ 1/2 N1. അപ്പൊ ഇൻവേഴ്സൽ പക്ഷെ N1 എന്ന് പറയുന്നത് EB2 ഡയറക്റ്റ് കൊടുത്തു. അപ്പൊ N2/N1 ഈക്വൽ ടു EB2/EB1 into 5/1/2. ഇത് ഓർത്തിരിക്കുക. ഇവിടെ ഫീൽഡ് കറണ്ട് റിമെയിൻ ദ സെയിം എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നോക്കിയേ, എവിടെ പറയുന്നത്? ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് the current in the armature remains same. അതേപോലെ ഷണ്ട് മോട്ടർ 500 RPM 200 വോൾട്ട് സർക്യൂട്ട്, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്,
ഇൻ അഡീഷൻ ടു ഫീൽഡ് കറണ്ട് കൂടാതെ 30 ആംപിയർ ആണ് എടുക്കുന്നത്. ആർമേച്ചർ കറണ്ട് ആർമേച്ചർ റിമെയിൻ സെയിം, ആർമേച്ചറിലെ കറണ്ട് സെയിം ആണ്. അപ്പൊ ഇവിടെ ഫീൽഡ് കറണ്ട് റിമെയിൻ സെയിം ആണ്. സോ N2/N1 ഈക്വൽ ടു EV2/E1. നമുക്ക് എങ്ങനെ എഴുതാം? N2/N1 അതായത് നമ്മുടെ ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. N2/N1 ഈക്വൽ ടു EV2/EV1. അതായത് EV2 EV1 കണ്ടെത്തുക. EV2 EV1 കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? EV2 EV1 കണ്ടെത്തണം. അപ്പൊ EV2 EV1. അപ്പൊ EV1 എന്ന് പറയുന്ന ഓർത്തിരിക്കുക. EV1 കണ്ടെത്താം ആദ്യത്തെ കേസിലും. EV1 ഈക്വൽ ടു V മൈനസ് IA RA ആണ്. V എന്ന് എത്ര? 200 ആണ്. മൈനസ് IA എത്ര? ആൻഡ് കറണ്ട് ടേക്കൺ ഇൻ 30 ആംപിയർ, 30 ആംപിയർ ആണ് എടുക്കുന്ന കറണ്ടിലെ. 30 ഇൻറ്റു RA എത്ര? 0.5. അപ്പൊ എത്ര ഇട്ടത്? 30 ഗുണം 15, 15 200 പോയി 185 അല്ലേ. EV1 എന്ന് പറഞ്ഞാൽ 185 വോൾട്ട് ആണ്. EV1 എന്ന് വെച്ചാൽ 185 വോൾട്ട് ആണ്. ഇനി EV2 ആണ് നമുക്ക് അടുത്ത വേണ്ടത്. EV2 എന്ന് വെച്ചാൽ V മൈനസ് IA/RA2. നമുക്ക് അഡീഷണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യണ്ടേ? RA2. V എത്ര? വീണ്ടും 200 ആണ്. മൈനസ് IA എത്ര? 30 ആണ്. ഇൻറ്റു R1. 30 ഇൻറ്റു R1 ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N2 എത്ര? രണ്ടാമത്തെ സ്പീഡ് എത്ര ആക്കേണ്ടത്? അപ്പൊ N2/N1 അല്ലേ. N2/N1 ആകുമ്പോൾ രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് 300/500 ഈസ് ഈക്വൽ ടു 185 അല്ല. EV1 അല്ലേ. EV1 എന്ന് പറയുന്നത് N2/N1 ഈക്വൽ ടു EV2/E1. EV2 എന്ന് വെച്ചാൽ 200 മൈനസ് IA എത്ര? 30 ഇൻറ്റു R1/185. ഞാൻ R1 കണ്ടെത്തുക. സിമ്പിൾ. സോൾവ് ചെയ്യുമ്പോൾ R1 കണ്ടെത്തുക. R1 കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പം R1 2.97 കിട്ടും. അപ്പൊ 2.97 ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. 2.97 ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഇതിൽ ഓൾറെഡി എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 0.5 ഓം റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. 2.97 ആണ് വേണ്ടത്. അതിൽ 0.5 ഉണ്ട്. അപ്പൊ അഡീഷണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അഡീഷണൽ റെസിസ്റ്റൻസ് R അഡീഷണൽ എന്ന് പറയുന്നത് ഈ 2.97 നിന്ന് എന്ത് കുറയ്ക്കണം? 0.5 കുറയ്ക്കണം. അപ്പോൾ ഉത്തരം 2.47. ആൻസർ 4. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ മാത്രം പറഞ്ഞു പോവുകയാണ്, സമയമില്ല നമുക്ക്. 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ നമുക്ക് 4 കിട്ടും. ഇതാണ് ഉത്തരം. 5ാമത്തെ ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് മസ്റ്റ് ബി ആഡ്. ഇതേപോലെ ഇതേ പ്രിൻസിപ്പിൾ ആണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്കത് 1.9 കിട്ടും. അടുത്തത് 6ാമത്തെ പ്രോബ്ലത്തിന് ഉത്തരം 476 ആണ് ഉത്തരം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അവസാനം ഉണ്ടല്ലേ. ഓക്കെ, ഇത് ഞാൻ സോൾവ് ചെയ്ത് അയക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവസാനം അയക്കാം. പിന്നെ ഇടയ്ക്ക് ഒരു വിട്ടുപോയ സംഭവം ഉണ്ട്. വിട്ടുപോയ സംഭവം വെച്ചാൽ ഇവിടെ ഞാൻ PPT നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യൻസ് ഉത്തരം ഇത് 231 ആണ് ഉത്തരം. പിന്നെ ഇതെന്ന് വെച്ചാൽ കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് ഇസ് യൂസ് ഫോർ ന്യൂട്രലൈസിംഗ് ആർമേച്ചർ റിയാക്ഷൻ വൈൽ ഇന്റർപോൾ വൈൻഡിംഗ് ഇസ് യൂസ് ഫോർ ഇംപ്രൂവിംഗ് കമ്മ്യൂട്ടേഷൻ. ഇന്റർപോൾ വൈൻഡിംഗ് കമ്മ്യൂട്ടേഷനും കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് ന്യൂട്രലൈസിംഗ് ആർമേച്ചർ. ഇത് പ്രകാരം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചാണ്. അപ്പം ഇന്റർപോൾ വൈൻഡിംഗ് ആണ് കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാനും, കോമ്പൻസേറ്റിംഗ് വൈൻഡിംഗ് ആണ് ന്യൂട്രലൈസ് ആർമേച്ചർ റിയാക്ഷൻ. ഗേറ്റിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ DC മെഷീൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ് ട്രൂ? B ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ ഈ പറഞ്ഞക്ക് DC മെഷീൻസ് കഴിഞ്ഞു. ഒരുപാട് പ്രോബ്ലം ചെയ്യിപ്പിച്ചു, ഒട്ടനവധി പ്രോബ്ലം ചെയ്യിപ്പിച്ചു. ഇതിൽ കൂടുതലൊന്നും ഒരു പ്രോബ്ലം ചോദിക്കത്തില്ല, ഞാൻ 100% ഗ്യാരണ്ടി പറയാം. നമ്മൾ ചോദിക്കാവുന്നതിന്റെ മാക്സിമം, അതായത് വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തു. ഓക്കെ,
വൈഡ് ആയിട്ട് നമ്മൾ കവർ ചെയ്തു. വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല ഡി സി മെഷീനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഉത്തരങ്ങൾ ഞാൻ സ്പീഡിൽ പറഞ്ഞപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാനത് റെക്ടിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് ഡി സി മെഷീൻസ്. അപ്പോൾ ഇതോടെ ഡി സി മെഷീൻസ് കഴിഞ്ഞു. ഡി സി മെഷീൻസ് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാണ് വേറെ ക്വസ്റ്റ്യൻസ് വരത്തില്ല. കാരണം ഡി സി മെഷീൻസിന് എങ്ങനെയൊക്കെ ചോദിക്കാവോ അങ്ങനെയൊക്കെയുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. പല ബുക്കുകളിൽ നിന്നും പല ടെസ്റ്റുകളിൽ നിന്നും ഒക്കെ ഇട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്ററും ഇതേ വരത്തുള്ളൂ. ഓക്കെ, സോ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. ലോങ് സെഷൻ ആയിരുന്നു. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.